കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. LDF അംഗത്തിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടാൽ വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. ചേലക്കര വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ? പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ നാടകീയ നീക്കങ്ങൾ പ്രദേശത്തെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ നിഴലിൽ ആഴ്ത്തുമോ എന്ന ചോദ്യം ശക്തമാക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷാംഗത്തിന്റെ വോട്ട് UDF പ്രതിനിധിക്ക് ലഭിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടതിനു പകരം CPIM പ്രവർത്തകൻ കൂടിയായ 16ാം വാർഡ് മെമ്പർ രാമചന്ദ്രന്റെ വോട്ട് UDF സ്ഥാനാർത്ഥിയായ T ഗോപാലകൃഷ്ണന് ലഭിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന വിശദീകരണമാണ് പുറത്തുവരുന്നത്. എങ്കിലും പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വോട്ട് ചെയ്തത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ഇതേ തുടർന്ന് അംഗത്തിന് അയോഗ്യത കൽപ്പിക്കേണ്ടി വരുമെന്നും സൂചനകളുണ്ട്. അംഗത്തിന് അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 16ാം വാർഡിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി ചേലക്കര സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. രാമചന്ദ്രൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അതീവ ഗൗരവത്തോടെയാകും പാർട്ടി കാണുന്നത്. CPIM ചേലക്കര നേതൃത്വം ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാനാണ് സാധ്യത. പിഴവുണ്ടെന്ന് കണ്ടെത്തിയാൽ അംഗത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ലോക്കൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രതികരിച്ചതോടെ അയോഗ്യതാ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ചേലക്കര ഉറ്റുനോക്കുന്നത്. ഇതോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചേലക്കരയിൽ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കൂടി സംഭവിക്കുമോ എന്ന അർദ്ധശങ്ക ബാക്കിയാവുകയാണ്. CCV ന്യൂസ്, ചേലക്കര.